ഇപ്പോൾ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഞാൻ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ വർക്കിന്റെ ആവശ്യമായിട്ട് അവിടെയുള്ള ആൾക്കാർ എന്നെ കണക്ക് ഒരു മലയാളി കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ട് വന്ന സമയത്ത് അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് എന്നെ അവിടെ പിടിച്ചിറക്കി ആൾക്കാർ വന്നിട്ട്, എൻ്റെ പ്രായമുള്ള ആൾക്കാർ തന്നെ. എന്നിട്ട് അവർ ചോദിച്ചായിരുന്നു എന്താണ്, അപ്പോൾ ഞാൻ മുസ്ലിം, അവൾ ഹിന്ദു. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് ഒരുമിച്ച് ഒരു ബസ്സിൽ കയറുന്നവർ കണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടിട്ടാണ് ഇവർ വന്നിട്ട് പിടിച്ചെടുത്ത് ചോദിക്കുന്നത്. അവർ നേരെ ബസ്സിൽ നോക്കി ഫുള്ളും ആൾക്കാർ നോക്കിയിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. എന്നെ അവളും ചോദിച്ച് എൻ്റെ നമ്പർ അവളയിലുണ്ട്, നമ്മൾ എന്താ പരിചയം എന്നൊക്കെ അന്വേഷിച്ച്. ഒരു ബന്ധമില്ല, അവിടെ വെച്ച് പരിചയപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ ബസ്സിൽ പോകണ്ട, നീ അടുത്ത ബസ്സിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി. അവിടെ വെച്ച് ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത്. എൻ്റെ പേരായിരുന്നു പ്രശ്നം, അവൾ ഹിന്ദു, ഞാൻ മുസ്ലിം. അങ്ങനെ സംസാരമായി. എന്നിട്ട് അവർ തന്നെ വേറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് മർദ്ദിച്ചപ്പോൾ എൻ്റെ ഉടുപ്പൊന്നുമില്ല, ഞാൻ ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്ന്. രാവിലെ വരെ വെയിറ്റ് ചെയ്ത് വേറെ ബസ് അവിടെ സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ടപ്പോൾ അതിൽ കയറി നാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. എൻ്റെ കസിനെ വിളിച്ചു, അവൻ നമ്പർ അറിയായിരുന്നു. അവൻ എനിക്ക് ക്യാഷ് അയച്ചെന്ന് വരാനുള്ള തിരിച്ച് നാട്ടിലെത്തി. സ്റ്റേഷനിൽ ഇവിടെ നാട്ടിൽ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് എൻ്റെ ചേട്ടനൊക്കെ വന്ന് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ താമരശ്ശേരി സ്റ്റേഷനിൽ എൻ്റെ കുറേ പൈസയും ഫോണും എല്ലാം മിസ്സായിരുന്നു, ബാഗ് മിക്സ് ചെയ്ത്. കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് അവിടെ നടന്ന കേസല്ലേ, അവിടെ പോയി കൊടുക്കണമെന്ന്. നമ്മൾ ഈ ആ പെണ്ണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും കൂടെ അവിടെ പോയി അവിടുത്തെ മാനേജറിനെ കണ്ടപ്പോൾ മാനേജർ പറഞ്ഞ് ആ സ്ഥലം അങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, കേസിൻ്റെ പുറകെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇവിടെ നാട്ടിൽ അവരെ സംഭവം ഉണ്ടായ നാട്ടിൽ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അയാൾക്കും ഇതേപോലെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കർണാടകയിൽ നിന്ന്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളെ രീതിയിൽ ചെയ്യാന്നല്ലാണ്ട് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങ് ഒഴിവാക്കിയതാണ് ആ കേസ്. ഇത് നടന്നിട്ടിപ്പോൾ നവംബർ 5 ഒരു വർഷം തികയും. കഴിഞ്ഞ നവംബർ 5 സംഭവം. കണ്ടാലൊക്കെ തിരിച്ചറിയും. ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു, രൂപമൊക്കെ എൻ്റെ പ്രായമുള്ള ആൾക്കാർ, 20-23 വയസ്സുള്ള പയ്യന്മാരും പിന്നെ കുറച്ച് അങ്കിൾസാണ് വന്നത്. ഇവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടറിയാം ആൾക്കാരൊക്കെ. ഇല്ല നമ്മളപ്പോൾ ഉള്ള അവിടെ നിന്ന് കണ്ടുള്ള പരിചയമുള്ളൂ, അല്ലാണ്ട് എനിക്കറിയില്ല. അവർ കണ്ണൂരാണ് വീടെന്നറിയാം, കണ്ണൂർക്കാരാണ്. ആ കുട്ടി എന്തോ ആവശ്യത്തിന് ബംഗളൂർ പോയായിരുന്നു. എനിക്ക് അന്ന് ഞാൻ വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും 2 കാസ്റ്റുകാരായതുകൊണ്ട് ഒരുമിച്ച് ചെയ്തതിനൊക്കെ അങ്ങനെ അവിടെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പം ന്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എന്തോ ഭയം കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ്, അല്ലാണ്ട് വേറെ. ബസ്സിലെ കണ്ടക്ടറിൻ്റെ നമ്പർ ഞാൻ ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ കണ്ടക്ടറിൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ കന്നഡ അറിയാം, കാരണം ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരാണെന്നും പറഞ്ഞാണ് ഇപ്പം ബസ് മാറി കയറി അങ്ങനെ അവനെ ഇറക്കിയിരുന്നാണ്. കണ്ടക്ടറിൻ്റെ കാര്യമൊക്കെ അറിയാം. കണ്ടക്ടർ മെല്ലെ അങ്ങ് ഒഴിഞ്ഞിരിക്കുന്നു. കണ്ടക്ടറിൻ്റെ നമ്പർ ഇപ്പോഴും ഉണ്ട്. കേസ് കൊടുത്തിട്ടൊന്നും ആയില്ല. മൊബൈൽ ഞാൻ ധർമ്മസ്ഥലെത്തിയപ്പോൾ എവിടെ ഉള്ളതെന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തുണ്ട്. പിന്നെ ഫോൺ എൻ്റെ മിസ്സായി. പിന്നെ ഐക്ലൗഡ് ഉള്ളതുകൊണ്ട് വേറെ ഫോൺ മേടിച്ചപ്പോഴേ നോക്കിയപ്പോൾ ആ ഫോട്ടോ ഒക്കെ അധികം കിടപ്പുണ്ടെന്ന് എടുത്താൽ. അതാണ് ഒരു ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ കണ്ടത്.